ഈ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ തുടങ്ങുന്നത്. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കെമിക്കൽ ഓയിൽ ഒഴിച്ചു. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത്. ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് സ്ഥലത്തെത്തിയ CPIM നേതാക്കൾ ആരോപിക്കുന്ന. ആദ്യം നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. പ്രകോപനമുണ്ടാക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. പക്ഷേ ആസൂത്രിതമായ നീക്കത്തിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ MV ജയരാജൻ ജയിച്ചു വരാൻ പോകുന്നു എന്നുള്ളതുകൂടി കണ്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്ത് ചേതോവികാരമാണെന്ന് പറയാൻ കഴിയില്ല. എന്തു തന്നെയായാലും ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണ്ണൂർ രാഷ്ട്രീയം വലിയ കലുഷിതമായ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം, ഇത്തരത്തിലുള്ളൊരു സമാനമായൊരു സംഭവമൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? CPIM നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിമർശനം മുന്നോട്ട് വയ്ക്കുന്നു. പോലീസിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങളും എങ്ങനെയാണ് സജോ? റിജിത്ത്, കണ്ണൂർ പയ്യാമ്പലം എന്നത് രാഷ്ട്രീയ ഭേദമന്യേ നിരവധി നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളുള്ള സ്ഥലമാണ്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സാഹിത്യകാരന്മാർ ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ സ്മൃതി കുടീരമുള്ളൊരു സ്ഥലമാണ്. അവിടെ CPIM നേതാക്കളുടെ മാത്രം 4 പ്രമുഖരായ CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിലാണ് രാസലായനി ഒഴിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും EK നായനാർ, ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, ഭരതൻ എന്നിങ്ങനെ 4 CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് രാസലായനി ഒഴിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെയുള്ള ആളുകളുടെ പിന്നീട് CPIM നേതാക്കളൊക്കെ സ്ഥലത്തേക്ക് എത്തി. അവർ ഉന്നയിച്ചത് തിരഞ്ഞെടുപ്പ് കാലമാണ്, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ MV ജയരാജൻ വിജയിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു പരാജയ ഭീതി പൂണ്ടവരാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്, പ്രകോപനം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് എന്നാണ് CPIM നേതാക്കൾ. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, ഒപ്പം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MV ജയരാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയും ആസൂത്രിതമായി പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്, അങ്ങനെ ഒരു ഗൂഢ നീക്കമാണ് എന്നും CPIM ആരോപിക്കുന്നു. പോലീസിൽ പരാതി നൽകി പോലീസ് സംഭവ സ്ഥലത്തെത്തിയും പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. സ്മൃതി കുടീരങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് CCTVയിൽ, അതേസമയം ബീച്ചിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും മറ്റും CCTV ഉണ്ട്. അതുകൊണ്ട് അതിൽ ആ CCTVയിൽ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയിലേക്ക് പോകുന്നു. ഏതായാലും എന്തോ ഒരു രാസലായനിയാണ് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പോലീസ് ആ സ്ഥലത്തൊക്കെ അവിടെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് പുലർച്ചയ്ക്ക് ശേഷമാണ് ഈ അക്രമം നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഈ രാസലായനി ഒഴിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ അടക്കം ഗ്രാനൈറ്റിൽ കൊത്തിയ ചിത്രം നമുക്ക് ഈ സ്തൂപത്തിൽ കാണാം. അത് പൂർണ്ണമായും വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്മൃതി കുടീരം CPIM വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ള നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരങ്ങളുണ്ട്. പക്ഷേ ഇവ മാത്രം തിരഞ്ഞെടുത്ത അക്രമം നടത്തിയതാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് കൃത്യമായി അന്വേഷണത്തിലേക്ക്, വളരെ വേഗത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് പോകണം, പ്രതികളെ കണ്ടെത്തണം എന്ന ആവശ്യം CPIM ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമെന്നും ആരോപിക്കുന്നു. ഇതിനു മുൻപും പല സംഘർഷങ്ങൾ, പല രാഷ്ട്രീയ അക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായതായി ഇതിനു മുൻപ് അത്തരമൊരു ചരിത്രമില്ല. അതുതന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മന്ത്രിയും കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങോട്ടേക്ക് എത്തി ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം വിവിധ CPIM ജില്ലയിലെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MV ജയരാജൻ അടക്കമുള്ളവരും സജോ ദേവസ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം സജോയിലേക്ക് എത്താം. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കെമിക്കൽ ഓയിലിന് സമാനമായ ഒരു വസ്തു ഒഴിച്ചിരിക്കുകയാണ്. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത്. ആസൂത്രിതമായ ഒരു ഗൂഢാലോചന, തെരഞ്ഞെടുപ്പ് കാലമാണ്, ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ജില്ലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം എന്നുള്ള വിമർശനമൊക്കെ ഈ ഘട്ടത്തിൽ CPIM നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ നടുക്കമുണ്ടാക്കുന്ന സംഭവം എന്നാണ് CPIM നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ CCTVകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ ഏത് തരത്തിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി
ML അശ്വിനിയും പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നേതാക്കളുടെയും അണികളുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് മുന്നണി നേതാക്കൾക്കൊപ്പം എത്തി പത്രിക സമർപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളാണ് M മുകേഷിന് കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറിയത്. എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. ഇനി 1 മാസത്തോളമുണ്ട്. എല്ലാ സഹാക്കളും പ്രവർത്തകരും അനുഭാവികളും സുഹൃത്തുക്കളും എല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം. കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി ജില്ലാ കളക്ടർക്ക് പത്രിക നൽകി. 3 സെറ്റ് പത്രികകളാണ് നൽകിയത്. 100% ആത്മവിശ്വാസമാണ്. 1ാം ഘട്ടം കഴിഞ്ഞു, 2ാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 40% കഴിഞ്ഞു 2ാം ഘട്ടം. പൊതു അവധികൾ പരിഗണിച്ച് നാളെയും മറ്റന്നാളും അടുത്ത മാസം 1-നും നാമനിർദ്ദേശ പത്രിക നൽകാനാവില്ല. ഏപ്രിൽ 5-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. 24 തിരുവനന്തപുരം. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ പ്രതികരണങ്ങളുമായി ഗുഡ് ആഫ്റ്റർനൂണുമായൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അഞ്ജന എസിനെ പോലെ, വിനീത് നാരായണൻകുട്ടിയെ പോലെ, ആമിന എസിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അതിൽ തന്നെ ചില പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, പതിവായി ഈ പരിപാടി കാണാൻ എത്തുന്ന ആളുകളാണ്. വിപിൻ ബെന്നി, ജോസ്ഫിൻ ജോസഫ്, ആന്റണി, സുനിൽ ബോസ്, ലെനീഷ് ബാബു, ലെവിൻ പോൾ, അങ്ങനെയുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂണുമായി പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവുമുണ്ട്. പയ്യാമ്പലത്തെ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നവരുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്നിരിക്കുന്ന ഇങ്ങനെ ഒരു ആക്രമണത്തെ ചെറുതായി കാണാൻ കഴിയില്ല, വലിയ ഗൗരവത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. പുറത്ത് വലിയ ചൂടാണ്, ചൂടിൽ പൊറുതിമുട്ടി കഴിയുകയാണ് എന്ന് പറയുന്നവരുണ്ട്. അതിനിടയിലും ലോഡ് ഷെഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നത് ആശ്വാസകരം എന്ന അഭിപ്രായം കുറിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് തുടരുക. വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. 2ാം ഘട്ട വിജ്ഞാപനം കൂടി പുറത്തു വന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കുന്നു. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് രാജ്യം ബൂത്തിലെത്തുക. ഇന്ന് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനമനുസരിച്ച് ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. ഇതിനായി വിജ്ഞാപനം പുറത്തുവന്ന ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 8 വരെയാണ് പത്രിക പിൻവലിക്കാൻ സാധിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് 2ാം ഘട്ടത്തിലാണ്. 2ാം ഘട്ട വിജ്ഞാപനം കൂടി പുറത്തു വന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണ രംഗത്ത് സജീവമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ BJP റാലികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. പീലിഭത്തിലെ സിറ്റിംഗ് MP കൂടിയായ വരുൺ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. താൻ പീലിഭത്തിന്റെ മകനാണെന്നും എല്ലാ കാലവും തന്റെ വാതിലുകൾ പീലിഭത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മറുവശത്ത് കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 31-ന് ഡൽഹിയിൽ നടക്കുന്ന റാലി ശക്തി പ്രകടനമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ സമയബന്ധിതമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. പത്രികാ സമർപ്പണം തുടങ്ങിയതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒന്നുകൂടി ചൂടുപിടിച്ചു എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. പൗരത്വ നിയമ ഭേദഗതി അത് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി മാറുന്ന മണിക്കൂറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. CAA BJPയുടെ കെണിയാണെന്നും നിയമം രാജ്യത്ത് ആരുടെയും പൗരത്വം കളയില്ല എന്നുമാണ് ഷിബു ബേബി ജോൺ ഇന്ന് പ്രതികരിച്ചത്. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയും രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. റിപ്പോർട്ടിലേക്ക്. കേരളത്തിലേക്കുള്ള EDയുടെ പുതിയ വരവുൾപ്പെടെ ചർച്ചയാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് പ്രധാന ആയുധം. പൗരത്വ നിയമ ഭേദഗതി വഴി ഇന്ത്യയിൽ ആർക്കും പൗരത്വം നഷ്ടപ്പെടില്ലെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. വിലക്കയറ്റം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ BJP ഒരുക്കിയ കെണിയാണ് പൗരത്വ നിയമ ഭേദഗതി. ഈ കെണിയിൽ CPIM വീണെന്നും ഷിബു ബേബി ജോൺ. BJP ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായി പൗരത്വ നിയമം മാറണം എന്നുള്ളതാണ്. അവരാ കെണി ഒരുക്കുന്ന, അതിൽ വീഴരുത്
ലീഗ് നേതൃത്വത്തിന് ഇഡിയെയും മോഡിയെയും പേടിയാണെന്നായിരുന്നു പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പരിഹാസം. കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ABVPയുടെയും NDA മണ്ഡലം കമ്മിറ്റിയുടെയും പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കമന്റ് ബോക്സിൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ആവേശവും ജയവുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കമന്റുകൾ വായിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. എന്തായാലും ശക്തമായ പോരാട്ടം തന്നെ നടക്കട്ടെ. ജനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വിധി എഴുതാൻ പോകുന്നത്. ജനങ്ങൾ അക്കാര്യത്തിൽ വിധി എഴുതുകയും ചെയ്യും. എന്തായാലും രാഷ്ട്രീയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് സജീവമായി കമന്റ് ബോക്സിലും കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പ്രതികരണങ്ങൾ തുടരുക. അടുത്ത റിപ്പോർട്ടിലേക്ക്. അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് നിർണായകം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് നിർണായകം. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അന്വേഷണത്തോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നും 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നും ED ആവശ്യപ്പെടും. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടിയതായ റിപ്പോർട്ടുകളുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇന്ന് വീണ്ടും പ്രതികരണവുമായി അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണവുമായി കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നും മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നതിനായി 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നും ED ആവശ്യപ്പെടും. ഇന്ന് കോടതിയിൽ വൻ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ഭാര്യ സുനിതയ്ക്ക് അയച്ച കത്തിൽ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. കെജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഭരണഘടനാ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിയമോപദേശം തേടിയെന്നും സൂചനയുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിലെ പ്രതികരണത്തിൽ ഇന്ത്യ പ്രതിഷേധമറിയിച്ചിട്ടും ഇന്നും അമേരിക്ക വീണ്ടും വിമർശനം ഉന്നയിച്ചു. സുതാര്യവും ന്യായവുമായ നിയമ നടപടികൾ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് കെജ്രിവാളിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കോടതിയുടെ പരിഗണനയിൽ വരും. ആം ആദ്മി ഗോവ അധ്യക്ഷൻ അമിത് പലേക്കറിനോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നിർദ്ദേശിച്ച് ED സമൻസ് അയച്ചു. 24 ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നേരത്തെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. വിവാദ പ്രസ്താവനയുമായി പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. കോൺഗ്രസ് പാകിസ്ഥാനിൽ യൂണിറ്റ് തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് പരാമർശം. കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ടാണ് താൻ പാർട്ടി വിട്ടതെന്നും അനിൽ കെ ആന്റണി പറയുന്നു. കോൺഗ്രസ് പേരുമാറ്റി പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ പാകിസ്ഥാനിൽ യൂണിറ്റ് തുടങ്ങണമെന്ന അനിൽ കെ ആന്റണിയുടെ പരാമർശമാണ് വിവാദമായത്. തീവ്ര ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പുൽവാമയിൽ ജീവത്യാഗം ചെയ്ത ജവാന്മാരെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി അപമാനിക്കുകയാണെന്നും അനിൽ കെ ആന്റണി. ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത് തന്നെ അവരുടെ ചില രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ്. ഇങ്ങനെ ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ വലിയൊരു ആശ്ചര്യമാണ്. ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇന്ത്യനൊക്കെ മാറ്റി ഇവിടെ ഇവരുടെ യൂണിറ്റുകളൊക്കെ പിരിച്ചുവിട്ട് ഇവർ വല്ല അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോയി ഒരു യൂണിറ്റ് ഉണ്ടാക്കി വല്ല പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ തുടങ്ങുന്നതായിരിക്കും ഇവർക്ക് ഉചിതമാണ് എന്നാണ് ഇവരുടെ ഈ ഇന്നത്തെ പരാമർശങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. താൻ കോൺഗ്രസ് വിട്ടത് രാജ്യവിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണെന്നും കോൺഗ്രസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ ആശ്ചര്യമാണെന്നും അനിൽ കെ ആന്റണി പറയുന്നു. 24 പത്തനംതിട്ട. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ വ്യക്തിഹത്യയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ആക്ഷേപ രാഷ്ട്രീയം കോൺഗ്രസിൻ്റേതല്ല എന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചപ്പോൾ വ്യക്തിഹത്യ എതിർവിഭാഗത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗം എന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് LDF ജില്ലാ നേതൃത്വം പരാതി നൽകിയതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ഞങ്ങൾ അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം. ഞാൻ മുമ്പും ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്താവുമായിരുന്നു CPIMന്റെയും നേതാക്കന്മാരുടെയും ഇപ്പോഴത്തെ റെസ്പോൺസ്? ഞങ്ങൾ ആരെങ്കിലും അതുപോലൊരു ആരോപണത്തിന്റെ ഒരു അംശമെങ്കിലും നേരിട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇവിടെ ഉയരുന്ന ഓരോ ഫ്ലെക്സിലെയും വാചകങ്ങൾ? ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ നിയമവഴികൾ തേടുന്നുണ്ട്. അത് ചെയ്യാൻ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കാരണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ആ കാലത്ത് നടന്നതിനെ സംബന്ധിച്ചുള്ള വലിയ കൺഫ്യൂഷൻസും ആശങ്കകളും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന് നിയമവഴിയിലൂടെ പരിഹാരം, ആക്ഷേപ വഴിയിലേക്ക് ഞങ്ങളില്ല എന്ന് വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഗൗരവം കുറയുന്നുമില്ല. എന്നാൽ ഇത്തരം പരാമർശങ്ങൾ എതിർവിഭാഗത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. എന്നെ എതിർക്കുന്നവർ അല്ലെങ്കിൽ എനിക്കെതിരായി മത്സരിക്കുന്നവർ കരുതുന്നുണ്ടോ എന്നെ തെറി വിളിച്ചാൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന്? ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്.
മന്ത്രിയായിരിക്കുന്നവരും അഴിമതിയുടെ തരിമ്പില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട്. ഞങ്ങൾക്കത് വേറെ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണ് തെറി വിളിക്കുന്നത്? എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിക്കുന്നത്? വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഞങ്ങളുടെ എതിരായിട്ട് മത്സരിക്കുന്ന യു ഡി എഫിനകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗ് എല്ലാം ഉണ്ട്. അതിലെല്ലാം ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്ന്. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരംഗീകരിക്കും ഈ തെറിവിളി. എന്ത് വൃത്തികേട കോവിഡ് കള്ളി എന്നൊക്കെ വിളിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാവരെയും ഒരു ടീമാക്കി പരിശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും വടകര റൂറൽ SP-ക്കുമാണ് LDF പരാതി നൽകിയത്. 24 കോഴിക്കോട്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പുറത്ത് എന്ന് ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുമ്പാണ് അത് വന്നത്. ഇന്ന് മുതൽ ഏപ്രിൽ 1 വരെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനുള്ള സാധ്യത ഈ ജില്ലകളിലുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. സീറ്റ് ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച തമിഴ്നാട് MP മരിച്ചു. ഈറോഡ് MP ഗണേഷ് മൂർത്തിയാണ് മരിച്ചത്. കീടനാശിനിയും ഗുളികയും കഴിച്ചതിനെ തുടർന്ന് ഞായറാഴ്ചയാണ് ഗണേഷ് മൂർത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ഗണേഷ് മൂർത്തിയുടെ മരണം. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഗണേഷ് മൂർത്തിയെ അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. സമീപത്തെ ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 2019 DMK സഖ്യത്തിൽ ഈറോഡ് മണ്ഡലം MDMAക്ക് നൽകിയിരുന്നു. എന്നാൽ DMKയുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന നിബന്ധനയുമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MDMK നേതാവായിരുന്ന ഗണേഷ് മൂർത്തി അവിടെ മത്സരിച്ച് വിജയിച്ചത്. ഇത്തവണ തിരുച്ചിറപ്പള്ളി വേണമെന്ന MDMKയുടെ ആവശ്യം അംഗീകരിച്ച DMK ഈറോഡ് മണ്ഡലം എടുക്കുകയും ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരുച്ചിറപ്പള്ളിയിൽ MDMK അധ്യക്ഷൻ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോ സ്ഥാനാർത്ഥിയുമായി. ഇതോടെ വലിയ മാനസിക വിഷമത്തിലായിരുന്നു ഗണേഷ് മൂർത്തി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 24 ചെന്നൈ. വൈദ്യുതി സർചാർജ് വീണ്ടും കൂട്ടാൻ KSEB. സംസ്ഥാനത്ത് വേനൽച്ചൂട് കുതിച്ചുവരുമ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം അത് സർവകാല റെക്കോർഡിലേക്ക് എത്തുകയാണ്. 104.64 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് വൈദ്യുതി സർചാർജും വർദ്ധിക്കും എന്നുറപ്പായിട്ടുണ്ട്. 256 കോടി രൂപയാണ് ഈ മാസം വൈദ്യുതി വാങ്ങാൻ ബോർഡ് അധികമായി ചെലവഴിച്ചത്. സംസ്ഥാനത്ത് വേനൽ രൂക്ഷമായതോടെ ഓരോ ദിവസവും വൈദ്യുതി ഉപഭോഗം കുത്തനെ വർദ്ധിക്കുകയാണ്. ചൊവ്വാഴ്ച 103.86 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ ഉപയോഗം 104.63 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തി. ഇതോടെ സംസ്ഥാനത്ത് വൈദ്യുതി സർചാർജ് വീണ്ടും വർദ്ധിക്കുമെന്നുറപ്പായി. ഉപയോഗം വർദ്ധിച്ചതോടെ ബോർഡിന്റെ ചെലവും വർദ്ധിച്ചു. പ്രതിദിനം വൈദ്യുതി വാങ്ങാൻ അധികമായി ചെലവാകുന്നത് 9.5 കോടി രൂപയാണ്. ഈ മാസം ഇതുവരെ 256 കോടിയിലധികം രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ബോർഡ് അധികമായി ചെലവഴിച്ചത്. വൈദ്യുതി ഉപയോഗം പരമാവധി നിയന്ത്രിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. വൈദ്യുതി ക്ഷാമമുണ്ടെങ്കിലും വലിയ വില നൽകി വൈദ്യുതി വാങ്ങുകയാണ്. കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അത് അവസാനം ആര് വഹിക്കണം? സ്റ്റേറ്റ് ഒന്നില്ലേ വഹിക്കണം, അല്ലെങ്കിൽ ഉപഭോക്താക്കൾ വഹിക്കണ്ടേ? ഇതല്ലാണ്ട് എങ്ങനെ നിൽക്കുക? ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ? അതിലെല്ലാവരും കുറച്ച് ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പവർ എക്സ്ചേഞ്ചിൽ യൂണിറ്റിന് ശരാശരി 12 രൂപയാണ് വില. ഏപ്രിൽ മാസമാകുന്നതോടെ വൈദ്യുതി വാങ്ങാനുള്ള അധിക ചെലവ് പ്രതിദിനം 20 കോടിയായി ഉയരും. ചൊവ്വാഴ്ച പുറത്തു നിന്നെത്തിച്ചത് 90.16 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരം 6-നും രാത്രി 11-നും ഇടയിൽ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ബോർഡിന്റെ നിലപാട്. ഉപയോഗം കുറച്ചില്ലെങ്കിൽ നിരക്ക് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പും ബോർഡ് നൽകുന്നു. 24 തിരുവനന്തപുരം. PhD പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ UGC പരിഷ്കരിച്ചു. നെറ്റ് സ്കോർ ഉള്ളവർക്ക് സർവകലാശാലകളുടെ പ്രവേശന പരീക്ഷ ഇല്ലാതെ പ്രവേശനം നൽകും. അടുത്ത അധ്യയന വർഷം മുതൽ തീരുമാനം നടപ്പിൽ വരും. PhD പ്രവേശനത്തിന് ദേശീയ തലത്തിൽ ഏകീകൃത രീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് UGCയുടെ പുതിയ തീരുമാനം. പുതിയ പരിഷ്കാരത്തോടെ UGC നെറ്റ് സ്കോർ ഗവേഷണത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാകും.
നേരത്തെ നെറ്റും JRF-ഉം ലഭിച്ചവർക്ക് മാത്രമായിരുന്നു നേരിട്ട ഗവേഷണത്തിന് പ്രവേശനം അനുവദിച്ചിരുന്നത്. JRF ലഭിക്കാൻ പ്രായപരിധിയും നിശ്ചയിച്ചിരുന്നു. JRF ഇല്ലാത്തവർക്ക് സർവകലാശാലകൾ നടത്തുന്ന പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ PhDക്ക് പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഇനി മുതൽ നെറ്റ് പാസ്സായി നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ലഭിക്കുന്നവർക്ക് PhDക്ക് നേരിട്ട് പ്രവേശനം നേടാനാകും. എല്ലാ സർവകലാശാലകളും പുതിയ നിർദ്ദേശം നടപ്പാക്കണമെന്നാണ് UGCയുടെ ഉത്തരവ്. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ രീതി നിലവിൽ വരും. 24 ഡൽഹി. ഇഡിയുടെ കസ്റ്റഡിയിലിരിക്കെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്നിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ആ പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഭാഗമാകാൻ കോടതിക്കാവില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ആ ഹർജി കോടതി തള്ളുന്നത്. ആ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വിശ്വാസികൾക്ക് ഇന്ന് പെസഹ വ്യാഴം. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കുകയാണ്. തൃശൂർ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ നേതൃത്വം നൽകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ സ്മരണകൾ പേറി വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ്. അതിരാവിലെ മുതൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും ആരംഭിച്ചു. ക്രിസ്തു തന്റെ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണിത്. തൃശൂർ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. പ്രതിസന്ധികളുടെ ഘട്ടത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് പെസഹ സന്ദേശത്തിൽ റാഫേൽ തട്ടിൽ. ക്രൈസ്തവന്റെ ഏറ്റവും വലിയ പ്രത്യാശ സഹനങ്ങൾ ഒരിക്കലും അവസാനമല്ല, സഹനങ്ങൾ ചക്രവാളങ്ങൾ തുറക്കാനുള്ള വാതായനങ്ങളാണ്. കോട്ടയത്ത് പെസഹ വ്യാഴ ചടങ്ങുകളിൽ സ്ഥാനാർത്ഥികളും പങ്കാളിയായി. ഫ്രാൻസിസ് ജോർജ് ക്രിസ്തുരാജ കത്തീഡ്രലിലും തോമസ് ചാഴിക്കാടൻ SH മൗണ്ട് പള്ളിയിലും ചടങ്ങുകളിൽ പങ്കെടുത്തു. 24 തൃശൂർ. ആദായ നികുതി വകുപ്പിന്റെ നികുതി പുനർനിർണയ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 2017 മുതൽ 2021 വരെ റീ അസസ്മെന്റിനെതിരെ നൽകിയ ഹർജികളാണ് തള്ളിയത്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ തിരിച്ചടിയെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. നേരത്തെ 2014, 15, 16, 17 വർഷങ്ങളിലെ റീ അസസ്മെന്റിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഇടപെടാനാവില്ലെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 4 വർഷത്തെ റീ അസസ്മെന്റിനെതിരെ ഹർജി നൽകിയത്. കോൺഗ്രസ് പാർട്ടി നികുതി അടയ്ക്കാതെ നേടിയ വരുമാനം 520 കോടിയിലധികം രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. മുൻപേ പരിഗണിച്ച കേസിലെ സമാന ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ആദായ നികുതി നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് എതിരായാണ് നികുതി പുനർനിർണയം നടക്കുന്നതെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വാദം കോടതി നിരാകരിച്ചു. കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ പ്രവർത്തകരുടെ പണം ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വെക്കുകയല്ലേ. ഞങ്ങളുടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തികെട്ട സമീപനം ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഇത് കുറേ ആൾക്കാരെ കാലുമാറ്റാൻ നോക്കി, അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല. അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ചിലവാക്കണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത്. ഇത് വളരെ ക്രൂരമായിട്ടുള്ള സമീപനം, ഞാൻ അത്രയേ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകരെ തളർത്തിയിട്ടില്ല. ഡൽഹി ഹൈക്കോടതിയിലും തിരിച്ചടി നേരിട്ടതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ കോൺഗ്രസിന് ഏറെ വിയർക്കേണ്ടി വരും. 24 ഡൽഹി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പറയുന്നു, സുപ്രീം കോടതി നടപടികളെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമായ ഇടപാടായിരുന്നു എന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നത്. അത് അഴിമതിയുടെ ഭാഗമല്ല, നിയമപരമായ വഴിയിലൂടെ സമാഹരിച്ച പണം എന്നാണ് നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്നത്. പ്രതിപക്ഷത്തിനുൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നും നിർമ്മല സീതാരാമൻ പറയുന്നു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കെജ്രിവാളിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി.
ഡൽഹിയിൽ നിന്ന് ആർക്കെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്ത് കെജ്രിവാൾ തുടരുന്നതിനെതിരായ പൊതുതാൽപര്യ ഹർജി, അത് തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റൊന്ന്, ഇനി എല്ലാ കണ്ണുകളും റോസ് അവന്യൂ കോടതിയിലേക്കാണ്. കെജ്രിവാളിനെ ഹാജരാക്കുന്നതിന് മുന്നോടിയായി കോടതിക്ക് പുറത്ത് വലിയ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ മാർക്കെ. ജയിലിൽ നിന്ന് കേജ്രിവാളിനെ ഡൽഹി ഭരിക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെടുന്ന ഒരു ഹർജിയാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഈ ഹർജിയിലെ ആവശ്യങ്ങൾ സംബന്ധിച്ചും ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ സംബന്ധിച്ചും രാഷ്ട്രീയമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് കോടതിയെ കൊണ്ടെത്തിക്കുക എന്നതാണ് ഈ ഹർജിക്കാരന്റെ ലക്ഷ്യമെന്ന നിരീക്ഷണം കോടതി നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജിയെ പൊതുതാൽപര്യ ഹർജി എന്ന് പരിഗണിച്ചുകൊണ്ട് ഇടപെടാൻ തയ്യാറല്ല എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിയമത്തിന്റെ ഭാഗത്ത് സഞ്ചരിക്കുന്നുണ്ട്. അതിന് ഉപരിയായിട്ട് മറ്റേതെങ്കിലും വിഷയത്തിൽ ഇടപെടാനായിട്ടുള്ള ബാധ്യത കോടതികൾക്കില്ല എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ മറ്റു ചില ഹർജികൾ വന്നിരുന്നു. അത് യുക്തമാകുന്ന വിധത്തിൽ തന്നെ ഡൽഹി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഹർജിയെ അതുകൊണ്ട് തന്നെ അംഗീകരിക്കേണ്ട സാഹചര്യമില്ല എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പോലും നൽകാതെ ഡൽഹി ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു വലിയ ആശ്വാസമാണ്. കാരണം ഏതെങ്കിലും ഒരു നിഗമനം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു. ഏതായാലും ഈ മണിക്കൂറിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തിരിച്ചടി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മലയോരത്ത് വന്യമൃഗശല്യം രൂക്ഷം. വയനാട് മലപ്പുറം അതിർത്തിയായ പരപ്പൻപാറ കോളനിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കോളനിയിലെ താമസക്കാരിയായ മിനിയാണ് കൊല്ലപ്പെട്ടത്. മിനിയുടെ ഭർത്താവ് സുരേഷിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് ഇരുവരും ആനയുടെ ആക്രമണത്തിനിരയായത്. മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന് സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഈ ഒരു ദാരുണമായ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലമ്പൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും വയനാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നിലമ്പൂരിലുള്ളവരാണ് ഇപ്പൊ ആദ്യം അവിടെ എത്തിച്ചേരുക. മറ്റുള്ളവർക്ക് കുറച്ചും കൂടി പ്രയാസമുള്ള റൂട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരിൽ നിന്ന് വിവരം കിട്ടിയാലാണ് കൂടുതൽ വിശദമായത് പറയാൻ കഴിയുക. ഏതായാലും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലോടുകൂടിയാണ് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോയിട്ടുള്ളത്. വിഷയത്തിൽ സർക്കാരിന്റെ ഗൗരവമായ ഇടപെടൽ വേണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു സഹോദരി കൊല്ലപ്പെട്ടിരിക്കുക. തുടർച്ചയായി വയനാടിന്റെ വികസന പ്രശ്നങ്ങളിൽ, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആളില്ലാത്ത ഒരു സാഹചര്യം വയനാട്ടിലുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായിട്ടുള്ള കുറ്റം ഈ കാര്യത്തിൽ വളരെ സ്പഷ്ടമാണ്. ഇടുക്കി മൂന്നാറിൽ ജനങ്ങളുടെ പേടി അകലുന്നില്ല. ജനവാസ മേഖലയിൽ തുടരുകയാണ് പടയപ്പ എന്ന കാട്ടാന. ചിന്നക്കനാൽ സിംഗകണ്ഠത്ത് മുറിവാലൻ സംരക്ഷണ വേലി തകർത്തു. അതിരപ്പള്ളിയിൽ കാട്ടാനയും നെല്ലിയാമ്പതിയിൽ പുലിയും ജനവാസ മേഖലയിൽ ഇറങ്ങി. പുലർച്ചെയോടെയാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ പടയപ്പ ഇറങ്ങിയത്. ജനവാസ മേഖലയിലെ കൃഷി നശിപ്പിച്ചു. RRT സംഘമെത്തി ആനയെ തുരത്തി. പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ചിന്നക്കനാൽ സിംഗകണ്ഠം സെന്റ് തോമസ് പള്ളിയുടെ സംരക്ഷണ വേലിയാണ് മുറിവാലൻ കാട്ടാന തകർത്തത്. BL റാമിൽ നിന്ന് RRT സംഘം തുരത്തിയ ആന പുലർച്ചെയോടെ സിംഗകണ്ഠത്തെത്തുകയായിരുന്നു. ചക്കക്കൊമ്പനും പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പോപ്സ് എസ്റ്റേറ്റിന് സമീപം ഇന്ന് പുലർച്ചെ ജീവനക്കാരാണ് പുലിയെ കണ്ടത്. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ് ഇന്നലെ പോലീസ് സ്റ്റേഷന് സമീപം എത്തിയത്. 24 ഇടുക്കി. 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദം ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് സംവാദം. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് സംവാദത്തിന്റെ അവതാരകൻ. തത്സമയം പ്രേക്ഷകർക്ക് വൈകിട്ട് 4 മുതൽ 5 വരെ ഈ പരിപാടി 24ൽ കാണാം. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മി, ഇന്നത്തെ ചർച്ചയ്ക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ, ഏറ്റവും ശ്രദ്ധേയമായൊരു മണ്ഡലം, വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം. ഏറ്റവും ഒടുവിലായി പയ്യാമ്പലത്തുണ്ടായ സംഭവങ്ങളൊക്കെ ആ പ്രചാരണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് മണ്ഡലത്തിൽ. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് ഹാഷ്മി? ഉറപ്പായും മുറിയത്ത് ഏറ്റവും ചെറിയ
നീക്കങ്ങൾ പോലും പ്രചരണത്തിൽ കാര്യമായി സജീവ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. ഇവിടുന്ന് നേരത്തെ റീത്ത് പറയുന്നത് പോലെ അല്പസമയം മുൻപാണ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കം CPM-ന്റെ ഉന്നതരായ നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ കെമിക്കൽ ലായനി ഒഴുകുന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം അതടക്കമുള്ള കാര്യങ്ങൾ പ്രതിരോധ വിഷയത്തിലേക്ക് വളരെ സജീവമായി വരുന്നത് മാത്രമല്ല, കണ്ണൂരിൽ ഏറ്റവും സജീവമായി കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, കുറച്ച് അഗ്രസീവായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ഒരു 3 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എന്തായാലും കണ്ണൂരുണ്ട്. അപ്പോൾ അത്രത്തോളം വീറും വാശിയും നമ്മൾ തന്നെ കാസർഗോഡ് ഉണ്ടായിരുന്നു. കാസർഗോഡിൻ്റെ അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ചൂട് മാത്രം അന്തരീക്ഷത്തിലെ ചൂടും രാഷ്ട്രീയ ചൂടും കണ്ണൂർ ഏറെ നിർണായകമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണൂരടക്കം കേരളമടക്കം രാജ്യമടക്കം പോകാൻ മാസം 1 പോലും കഷ്ടിച്ച് ബാക്കിയില്ലാത്ത ഒരു സമയത്താണ് നമ്മുടെ ചർച്ച. ആ ചർച്ച ഏറ്റവും സജീവമായ സക്രിയമായ ഒരു ചർച്ചയാകും എന്ന് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഉറപ്പു നൽകാം. അവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് റിജിൽ മാക്കുറ്റി, CPM-ന്റെ PP ദിവ്യ, BJP-യുടെ KK വേണുഗോപാൽ എന്ന മുതിർന്ന നേതാക്കൾ അവിടേക്ക് എത്തുന്നു. നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ 24 കുടുംബാംഗങ്ങൾ ഒന്നാകെ 24 കണക്ട് കുടുംബാംഗങ്ങൾ എത്തുന്നു. ഇവിടുത്തെ കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, നിഷ്പക്ഷരായ പ്രവർത്തകർ, പൗരപ്രമുഖർ ഒക്കെ സ്റ്റേഡിയം കോർണറിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സജീവമായ സക്രിയമായ ഒരു ചർച്ച ഇന്ന് വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കണ്ണൂരുകാരെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് റജിത്ത്. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം. ഇന്നത്തെ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ നടക്കാൻ പോകുന്ന ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. തീവാറും ചർച്ച തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന വ്യാപാര ദിവസം വിപണികളിൽ ഉണർവ്. സെൻസെക്സ് 900 പോയിന്റ് വരെ ഉയർന്ന് 74,000-നരികെ. ഓയിൽ ആൻഡ് ഗ്യാസ്, IT, ബാങ്ക്, ഹെൽത്ത് കെയർ, പവർ ഓഹരികൾ നേട്ടത്തിൽ. അതിവേഗ ഓഹരി സെറ്റിൽമെന്റ് T+0 തുടക്കം. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ IPO ലിസ്റ്റിംഗിൽ തിളങ്ങി ബജാജ് ഫിനാൻസ് ഓഹരികൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന വർധന 3 മുതൽ 10 വരെ ശതമാനം വർധന. പ്രതിദിന ശരാശരി വേതനം 28 രൂപ വരെ കൂടും. വേതന വർധന അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിലാകും. ശരാശരി വേതനം രാജ്യവ്യാപകമായി 261 രൂപയിൽ നിന്ന് 289 രൂപയായി ഉയരും. വേതന വർധനയ്ക്ക് അനുമതി നൽകിയത് DMK നേതാവ് കനിമൊഴി ഉൾപ്പെട്ട കമ്മിറ്റി. കേരളത്തിൽ 3.6% വർധന. കേരളത്തിലെ വേതനം 333 രൂപയിൽ നിന്ന് 346 രൂപയാകും. HDFC ബാങ്കിൽ നിന്ന് ഭവന വായ്പ എടുത്തിട്ടുള്ളവരുടെ EMI കൂടും. റിപ്പോ നിരക്ക് അധിഷ്ഠിതമായ ഭവന വായ്പാ പലിശയിൽ 10 മുതൽ 15 അടിസ്ഥാന പോയിന്റുകൾ കൂടും. പലിശ നിരക്ക് 9.2% മുതൽ 9.8% വരെയായി. ഫ്ലോട്ടിംഗ് റേറ്റിൽ ഭവന വായ്പ എടുത്തവരുടെ പ്രതിമാസ തിരിച്ചടവ് ഉയരും. ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം മെട്രിക് ടൺ വെള്ള അരി ആവശ്യപ്പെടാൻ മലേഷ്യ. ആവശ്യം ഈ വർഷത്തേക്ക് അനുവദിച്ച 1,70,000 ടൺ അരിക്ക് പുറമെ അഭ്യർത്ഥന ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ കയറ്റുമതി പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഔദ്യോഗിക അഭ്യർത്ഥന അയക്കുമെന്ന് മലേഷ്യൻ കൃഷിമന്ത്രി മുഹമ്മദ് സാബ്. H1B വിസ അപേക്ഷകരെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഓർമ്മിപ്പിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. ഏപ്രിൽ 1 മുതലുള്ള അപേക്ഷകൾ പുതിയ ചട്ടപ്രകാരം വേണമെന്ന് നിർദ്ദേശം. വിസ ഫീസ് വർധന ഏപ്രിൽ 1 മുതൽ ബാധകമാകും. എല്ലാ H1B1, H1B1 അപേക്ഷകളും നിയുക്ത USCIS ലോക്ക് ബോക്സ് ലൊക്കേഷനുകളിൽ തന്നെ സമർപ്പിക്കണം. തെറ്റായ വിലാസങ്ങളിലേക്ക് അയക്കുന്ന അപേക്ഷകൾ തിരുത്തലിനുള്ള ഗ്രേസ് പീരീഡ് ഇല്ലാതെ നിരസിക്കപ്പെടും. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം വലിയ നേട്ടത്തിലാണ് വിപണികൾ. സെൻസെക്സ് 74,000 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്കായി അടുക്കാനൊരുങ്ങുകയാണ്. 900 പോയിന്റ് വരെ ഉയരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ഇപ്പോഴത്തെ വിപണിയുടെ ഒരു നിലവാരം നോക്കിയാൽ ദേശീയ ഓഹരി വിപണി 293 പോയിന്റ് ഉയർന്ന് 22,416 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയൊക്കെ ഇന്ന് വളരെ സുരക്ഷിതമായ നിലയിൽ ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 918 പോയിന്റ് ഉയർന്ന് 73,913 എന്ന മാജിക്കൽ നമ്പറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു 6-7 പോയിന്റ് കൂടി ഉയർന്നു കഴിഞ്ഞാൽ 74,000 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ബോംബെ ഓഹരി സൂചിക മാറും.
ഇനി ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡോളറിന് നേട്ടമുള്ള ദിവസമാണ്. 26 പൈസ ഉയർന്ന് 83 രൂപ 39 പൈസ എന്ന നിരക്കിലാണ് ഡോളറിൻ്റെ വ്യാപാരം നടക്കുന്നത്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ഒരു അതിഥിയുണ്ട്, ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണി വലിയ ഉയരത്തിലാണ്. 74,000 എന്ന് പറയുന്ന പോയിന്റ് അല്പസമയത്തിനകം തന്നെ കടക്കാനൊരു സാധ്യതയുണ്ടല്ലേ? മാർക്കറ്റ് ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും അവിടെ നിന്ന് കുതിച്ച് കയറുന്നതായിട്ടാണ് കണ്ടത്. ഇന്ന് 2023-24 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തെ ദിവസത്തെ ട്രേഡിംഗ് ആണ്. തീർച്ചയായും ഒരു ഹൈയിൽ തന്നെ ഇന്ന് ക്ലോസ് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. നിഫ്റ്റിയുടെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 525 ലെവലിൻ്റെ അടുത്തേക്ക് എത്താറായി. അതായത് 434 22,434 വരെ നിഫ്റ്റി എത്തി. ഇനി 434 ഒരു അല്ലെങ്കിൽ 430-35 ആ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവല് 525 ലെവലിലേക്കാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഒരു പ്രത്യേക സെക്ടറില്ല. IT, ബാങ്കിങ്, അതുപോലെ ഓട്ടോമൊബൈല്, ഇതെല്ലാം തന്നെ നല്ല പോസിറ്റീവായിട്ടാണ് ഇന്ന് ട്രേഡ് നടക്കുന്നത്. ഒരു ഫ്രണ്ട് ലൈനിലെ ഷെയറുകളിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ഒരു ഓവറോൾ ബൈയിങ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും സെൻസെക്സും ഒരുപോലെ തന്നെ കയറിയാണ് നിൽക്കുന്നത്. എന്നാലും ഈ ലെവല്, അതായത് 22,430-35 ഈ ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അത് കട്ട് ചെയ്ത് ഇനി ഉയരത്തിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും സാമ്പത്തിക വർഷത്തിന്റെ അവസാന വ്യാപാര ദിവസത്തിൽ സെൻസെക്സ് പുതിയ റെക്കോർഡ് കുറിക്കുമോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പുണ്യമാസത്തിലേറെ പ്രധാനമായ 17-ാം രാവിൽ സമൂഹ നോമ്പുതുറയ്ക്ക് പുതിയ ചരിത്രം. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗ്രാൻഡ് മസ്ജിദിലാണ് ഗ്രാൻഡ് ഇഫ്താർ നടന്നത്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. ഇതാണ് ഗ്രാൻഡ് മസ്ജിദിലെ ഗ്രാൻഡ് ഇഫ്താർ. ജാമിയൽ ഫത്വയിൽ പുതിയ ചരിത്രം എഴുതി ചേർത്തു. ബദറുൽ കുബ്ര ആത്മീയ സമ്മേളനത്തിന്റെ ഭാഗമായി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയൽ ഫത്വയിൽ നടന്ന ഗ്രാൻഡ് ഇഫ്താറിൽ 10,000-ങ്ങളാണ് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നത്. സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ബദറുൽ കുബ്ര ആത്മീയ സമ്മേളനത്തിനെത്തിയവരാണ് ഏറെയും. വിദേശ പ്രതിനിധികളുമുണ്ട്. പള്ളിക്കകത്തും പുറത്തും വിരിവിരിച്ച് 1000-ങ്ങൾ ഒരുമിച്ചിരുന്നു ബദർ ഓർമ്മ പുതുക്കി ആത്മീയ നിർവൃതിയോടെ നോമ്പ് തുറ. ആത്മീയ സമ്മേളനം ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. യുദ്ധത്തിൽ പോലും സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും ആക്രമിക്കരുതെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതെല്ലാവരും എപ്പോഴും ഓർക്കണമെന്നും കാന്തപുരം പറഞ്ഞു. വലിയവനും ചെറിയവനും എന്ന ഭേദമില്ലാതെ ഒരുമിച്ച് 1000-ങ്ങൾ നോമ്പ് തുറക്കുന്നത് മെക്കയെയും മദീനയെയും ഓർമ്മപ്പെടുത്തുന്നുവെന്നും കാന്തപുരം 24-നോട് പറഞ്ഞു. മക്ക മദീനയിലെ രണ്ട് ഹറമിൻ്റെയും പുറത്ത് വിരിപ്പ് വിരിച്ചിട്ട് എല്ലാ വലിയ കുബേര മുഴുവൻ ആളുകളും ഇരിക്കും നോമ്പ് തുറക്കാൻ. അവരുടെ സദസ്സിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യും. അതുപോലെ ഇന്ന് അള്ളാഹുവിൻ്റെ സഹായത്താൽ ഇവിടെ എത്രയോ വലിയ ആൾക്കാരും അഭിവൃദ്ധിയുള്ള ആളുകളും പണക്കാരും പണ്ഡിതന്മാരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു നോമ്പുതുറയാണ്. വലിയ പണക്കാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരോടൊപ്പം ഒരുപാട് സാധാരണ തൊഴിലാളികൾ ഇവിടെ സന്തോഷത്തോടെ നോമ്പ് തുറന്നു. റമദാൻ ഇസ്ലാം ജനതയ്ക്ക് വ്രതശുദ്ധിയോടെയുള്ള ആത്മനവീകരണത്തിൻ്റെതാണ്. ഒപ്പം സാഹോദര്യത്തോടെ ചേർത്തുപിടിച്ച് പരസഹായം നൽകലിൻ്റെതും. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഈ ജാമിയൽ ഫത്വയിൽ. അതെ, ഈ ഗ്രാൻഡ് മസ്ജിദിലെ ഗ്രാൻഡ് ഇഫ്താറിൽ. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. നോക്കാമിനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി നമ്മുടെ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.